ആഷാഢമാസത്തിലെ പൗർണമി നാളിൽ സനാതനധർമ്മത്തിൻ്റെ മഹാഗുരുവായ വേദവ്യാസൻ അവതാരം കൊണ്ട ദിവസമാണ് ഗുരുപൂർണിമ. അതിനെ വ്യാസപൗർണമി എന്നും അറിയപ്പെടുന്നു. നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഗുരുവെന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അജ്ഞാനത്തെ നീക്കി ജ്ഞാനത്തെ പകർന്നു തരുന്നത് എന്നാണ്. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നതാണ് ഗുരു. ഗുരു എന്നത് ഒരു വ്യക്തിയല്ല, അത് ഒരു തത്വമാണ്. അതാണ് ഭാരത സംസ്കാരത്തിൽ ഗുരു ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമ എന്ന് പ്രാർത്ഥന ആദ്യം തന്നെ നടത്തുന്നത്. എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണമെന്നുവരിൽ അറിവ് വേണം. അതാണ് സൃഷ്ടി, കർമ്മം. അതിൻ്റെ കാരകനായ ബ്രഹ്മാവും ഗുരുവാണ്. ഈ ലോകങ്ങളിലുള്ള സകലതിനെയും ചേർത്ത് കോർത്ത് നിർത്തി സംരക്ഷിക്കുന്നത് വിഷ്ണുവാണ്. ആ വിഷ്ണുവും ഗുരു തന്നെയാണ്. കാലചക്രം കറങ്ങുമ്പോൾ പുതിയവ ഉണ്ടാവുവാൻ വേണ്ടി പഴയതിനെ ഒക്കെയും സംഹരിക്കുന്ന ശിവൻ എന്ന ശക്തിയും ഗുരുവാണ്. അനേക കോടി ബ്രഹ്മാണ്ടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ത്രിമൂർത്തി ശക്തികൾക്ക് ആധാരമായുള്ള പരബ്രഹ്മവും ഗുരു തന്നെയാണ്. അതാണ് ഗുരു സാക്ഷാൽ പരബ്രഹ്മം എന്ന് ഭാരതീയ ഋഷീശ്വരന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരു വ്യക്തിയുടെ ആദ്യത്തെ ഗുരു അവൻ്റെ അച്ഛനും അമ്മയും ആണ്. അതാണ് മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത്. ഇത് ഇവിടെ എടുത്തു പറയാൻ കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ പറയുന്നത് കേൾക്കാതെ മക്കൾ മയക്കുമരുന്നിനും മറ്റും അടിമപ്പെട്ട് നശിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ സ്വന്തം മക്കൾക്ക് അച്ഛനും അമ്മയും എന്തുമാത്രം വഴികാട്ടിയാകുന്നുണ്ട്, മാതൃകയാകുന്നുണ്ട് എന്ന് ചിന്തിച്ചുകൂടി ഈ ഗുരുപൂർണിമയിൽ മുന്നോട്ട് പോകുക. എന്തെങ്കിലും സംഭവിക്കുമ്പോൾ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ലെന്നും ഓർക്കുക. വ്യാസമഹർഷി പറയുന്നത് എല്ലാ ദിവസവും ഗുരുപൂജ നടത്തണം എന്നാണ്. നമ്മുടെയൊക്കെ ആശ്രമത്തിൽ ഗുരുവിനെ പൂജിച്ചതിന് ശേഷം മാത്രമാണ് മറ്റു ദേവതകളെ പോലും പൂജിക്കേണ്ടത്. കാരണം ഗുരുക്കന്മാരാണ് അനാദിയായ ഈ ദൈവസങ്കല്പങ്ങളെ ഒക്കെയും നമ്മൾക്ക് കാട്ടിത്തന്നത്. ഗുരുവിനെയും ഈശ്വരനെയും കൂടി കണ്ടാൽ ആദ്യം ഗുരുവിനെ നമസ്കരിക്കണം, എന്നിട്ട് വേണം ഈശ്വരനെ നമസ്കരിക്കുവാൻ. ഈശ്വരൻ കോപിച്ചാൽ ഗുരു തടുക്കും, ഗുരു കോപിച്ചാൽ ഈശ്വരന് പോലും തടുക്കാൻ സാധ്യമല്ല. അതാണ് ഗുരുത്വത്തിൻ്റെ പ്രത്യേകത. ഈ ലോകം മൊത്തം ആചന്ദ്ര താരകം ഒരു ഗുരുത്വാകർഷണത്തിലാണ് നിലനിൽക്കുന്നത്. ഒരു വ്യക്തിയുടെ ജാതകം പരിശോധിച്ചാൽ തന്നെ അവിടെ വ്യാഴം, ഗുരു എവിടെ നിൽക്കുന്നു, ദോഷസ്ഥാനത്താണോ മൗഢ്യത്തിലാണോ എന്നൊക്കെയാണ് ആദ്യം തന്നെ ചിന്തിക്കുന്നത്. അത്രമാത്രം പ്രാധാന്യമാണ് ഗുരുസങ്കല്പം സനാതനധർമ്മത്തിൽ ഉള്ളത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഗുരുക്കന്മാർ പലതരത്തിൽ ഉള്ളവരാണ്. ചോദക ഗുരു, ബോധക ഗുരു, ദർശന ഗുരു, സ്പർശന ഗുരു, അവസാനമെത്തുന്നതാണ് മോക്ഷദ ഗുരു. അതാണ് മഹാഗുരു. അതിനപ്പുറം മറ്റൊന്നും ഇല്ലതാനും. അത് ഒരു ജീവൻ്റെ പുണ്യം ആ തലം അനുസരിച്ച് ഇരിക്കും. ഭാഗവത മാഹാത്മ്യത്തിൽ പറയുന്നത് പോലെ ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമം ജലപതേ. ബഹുജന്മങ്ങളായി ആർജിച്ചിരിക്കുന്ന പുണ്യം കൊണ്ട് മാത്രമേ ഒരു മഹാഗുരുവിൻ്റെ അടുത്ത് നമ്മൾ എത്തുകയുള്ളൂ സത്സംഗത്തിനായി എന്നാണ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെ കാണാനെത്തിയ സഖാമായ കുചേല ബ്രാഹ്മണനോട് പറയുന്നതും ഗുരോരനുഗ്രഹേനൈവ പുമാൻ പൂർണ്ണപ്രശാന്തയെ എന്നാണ്. അല്ലയോ കൂട്ടുകാരാ, നമ്മുടെ ഗുരുവായ സാന്ദീപനി മഹർഷിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായത് എന്നാണ് ഗുരുവിൻ ഗുരുവായ ഗുരുവായൂരപ്പൻ പോലും പറയുന്നത്. രാമായണം നമ്മളെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. ഗുരുവരം ഒരുവനുണ്ടെങ്കിൽ ഒരു കാര്യവും അസാധ്യമായി ഇല്ല എന്നതു തന്നെയാണ്. അപ്പോൾ ഗുരുപൂർണിമ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത്, അന്നേ ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് സന്ധ്യാവന്ദനാദികൾ ചെയ്ത് നിലവിളക്ക് തെളിച്ച ശേഷം നമ്മുടെ ആദ്യ ഗുരുക്കന്മാരായ കാണപ്പെട്ട ദൈവങ്ങളായ അച്ഛനമ്മമാരുടെ
പാദങ്ങളെ തൊട്ട് വന്ദിക്കുക. പറ്റിയാൽ അവർക്ക് ഒരു ജോഡി പുതുവസ്ത്രങ്ങൾ വാങ്ങി നൽകുക. കഴിയുമെങ്കിൽ വീട്ടിൽ ഒരു സദ്യ തന്നെ ഒരുക്കി അവർക്കൊപ്പമിരുന്ന് ഭക്ഷണം കഴിക്കുക. അതുതന്നെയാണ് ലോകത്തിൽ ഏറ്റവും വലിയ ഗുരുപൂജ. ജന്മം തന്ന് വളർത്തി വലുതാക്കിയ സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും കൊടുക്കാതെ നോക്കാതെ എത്ര വലിയ ആശ്രമങ്ങളിൽ പോയി ഗുരുക്കന്മാരുടെ കാലേ വീണിട്ടും മഹാക്ഷേത്രങ്ങളിൽ പോയി നെഞ്ചത്തലച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യവുമില്ലെന്ന് ഓർക്കണം. ഒരു അനുഗ്രഹവും ഉണ്ടാവാൻ പോകുന്നുമില്ല. ആദ്യത്തെ ഗുരുവെന്ന് പറയുന്നത് ഈ ശരീരം തന്നെ ആണെന്നും ഓർക്കണം. ഈ ശരീരത്തിലാണ് ശരീരിയായ ജീവാത്മാവ്, അതുതന്നെയാണ് രണ്ടല്ലാത്ത പരമാത്മാവ് ഇരിക്കുന്നത്. അപ്പോൾ അവിടത്തേക്കുള്ള പൂജനം മനസ്സ വാച കർമ്മണ, നല്ല ചിന്തയും നല്ല വാക്കും നല്ല പ്രവൃത്തിയും ആവണം. നമ്മുടെ സ്വാമിജി പറഞ്ഞതുപോലെ എന്തും കാണക്കയാവരുത്, കാണിക്കയാവണം. അങ്ങനെ ചെയ്യണം. സ്വന്തം അച്ഛനെയും അമ്മയെയും ഉൾപ്പെടെ മറ്റുള്ളവരെ ഒന്നും ബോധിപ്പിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യരുത്. മനസ്സറിഞ്ഞ് മനസാക്ഷിക്ക് നിരക്കുന്നതാവണം നമ്മുടെ വാക്കും പ്രവൃത്തിയും. എങ്കിലേ മാതാപിതാക്കന്മാരുടെയും മറ്റു ഗുരുക്കന്മാരുടെയും മറ്റു ദൈവങ്ങളുടെയും അനുഗ്രഹം നമ്മൾക്ക് തീർച്ചയായും ലഭിക്കുകയുള്ളൂ. ശ്രദ്ധിക്കുക, ഗുരുപൂർണിമ ഒരു വ്രതമായി ആചരിക്കുക. ഗുരുപൂർണിമ ദിവസത്തിന് 3 ദിവസം മുമ്പേ മത്സ്യമാംസാദികളോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കാതെ ബ്രഹ്മചര്യം പാലിച്ചു കഴിയുക. ഗുരുപൂർണിമ ദിവസം അടുത്തുള്ള ഏതെങ്കിലും ആശ്രമങ്ങളിലെത്തി ഗുരുക്കന്മാർക്ക് വസ്ത്രവും അന്നവും ദക്ഷിണയും ഒക്കെ സമർപ്പിക്കുന്നത് വളരെ അനുഗ്രഹദായകമാണ്. ഈ ദ്രവ്യങ്ങളൊക്കെ നൽകി അവരെ പാദനമസ്കാരം ചെയ്യുക. ഗുരുപൂർണിമ ദിവസം ഗുരുക്കന്മാരിൽ നിന്ന് തൻ്റെ ആത്മസാക്ഷാത്കാരത്തിനായി മന്ത്രദീക്ഷ, മറ്റ് ഉപദേശങ്ങൾ സ്വീകരിക്കുക, ഇവയൊക്കെയും ശ്രേഷ്ഠം തന്നെയാണ്. ഗുരുപൂർണിമ ദിനം മഹാശിവരാത്രി ദിവസം ഒക്കെയാണ് സാധാരണയായി ആശ്രമങ്ങളിൽ സന്യാസ ദീക്ഷ നൽകുന്നത്. ബ്രഹ്മചര്യ, വാനപ്രസ്ഥ ദീക്ഷകളും അന്നേ ദിവസം നൽകപ്പെടുന്നു. മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശ്രയം എന്നിവ ഒരു പുരുഷായുസ്സിൽ ലഭിക്കുക വളരെ ഭാഗ്യം തന്നെയാണ്. മനുഷ്യത്വം ഉണ്ടാവുക, അതായത് അന്യദുഃഖത്തിൽ കൃപയുണ്ടാവുക. മുമുക്ഷുത്വം എന്നാൽ മോക്ഷേച്ഛ. ഭാര്യ, ഭർത്താവ്, കുട്ടി, കുടുംബം, അതിനപ്പുറമുള്ള ചിന്തയാണ് മോക്ഷ ഇച്ഛ. അങ്ങനെ ഒരുവൻ്റെ ഉള്ളിൽ യഥാർത്ഥമായി ഉണ്ടാവുമ്പോഴാണ് മഹാപുരുഷ സംശ്രയം സംഭവിക്കുന്നത്. ഒരു മഹാഗുരുവിനെ നമ്മൾ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ അവിടെ എത്തപ്പെടുന്നത്. സാധന ഉപാസനാ മാർഗങ്ങളിൽ സഞ്ചരിക്കണമെന്ന് ആഗ്രഹം ഉള്ളവർക്ക് ഗുരുപൂർണിമ ദിവസം മറ്റ് ഗുരുക്കന്മാരെ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ തൻ്റെ ഇഷ്ടദേവതയെ അല്ലെങ്കിൽ ഉപാസനാമൂർത്തിയെ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് ജപ, സാധന, ഉപാസനയുടെ മറ്റു തലങ്ങളിലേക്ക് പ്രവേശിക്കാവുന്നത് ആണ്. നമ്മുടെ കർമ്മങ്ങൾ സത്യസന്ധമാണെങ്കിൽ അവിടെ സ്ഥൂല ശരീരമായ ഒരു ഗുരു എത്തപ്പെടുക തന്നെ ചെയ്യും. അതാണ് പ്രാപഞ്ചിക നിയമം. ഗുരുപൂർണിമ ദിവസം ക്ഷേത്രങ്ങളിൽ സന്ദർശിച്ച് അവിടെ പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം എന്നിവ കൊണ്ട് അർച്ചന സമർപ്പിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. സദാശിവ സമാരംഭ എന്ന് പറയുന്ന ദക്ഷിണാമൂർത്തിയായ മഹാദേവന് ജലധാര, കൂവളത്തില, പുറംവിളക്കിലെണ്ണ എന്നിവയും വളരെ വിശേഷമാണ്. സ്വന്തം വീടുകളിൽ കുറച്ച് പൂക്കളൊക്കെ ശേഖരിച്ച് വിളക്കത്തോ ഗുരുക്കന്മാരുടെ ഫോട്ടോയിലോ ഗുരോരഷ്ടകം അല്ലെങ്കിൽ ഗുരുവിൻ്റെ അഷ്ടോത്തരം അല്ലെങ്കിൽ ഓം ഗും ഗുരുഭ്യോ നമ എന്ന് 108 പ്രാവശ്യമോ പുഷ്പാർച്ചന ചെയ്യുന്നത് ഗുരുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രമായി തീരുന്നു. മഹാഗുരുക്കന്മാരാൽ വിരചിതമായ മഹാഭാഗവതം, രാമായണം, ഭഗവത്ഗീത ഇത്യാദി പുണ്യഗ്രന്ഥങ്ങളൊക്കെയും പാരായണം ചെയ്യുന്നത് ഗുരുപൂർണിമ ദിവസം വളരെ അനുഗ്രഹം പകരുന്നതാണ്. ഒന്നും ചെയ്യാതിരിക്കുന്നതിലും ഭേദം എന്തെങ്കിലും ചെയ്യുന്നതിലാണ് കാര്യമുള്ളതെന്ന് തിരിച്ചറിയുക. ഗീതാകാരൻ പറയുന്നത് പോലെ സ്വൽപ അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാത്. എന്നാൽ ശരി പ്രിയപ്പെട്ടവരെ, നല്ല ഒരു ഗുരുപൂർണിമ ദിവസം ആശംസിച്ചുകൊണ്ട്
ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സദ്ഗുരുഭ്യോ നമഃ. ഹരി ഓം ഹരി ഓം. ജയ് സീതാറാം.